السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിനെ നമുക്ക് പരിപൂർണമാക്കി തന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹു പറഞ്ഞതാണ്, പരിപൂർണമായി. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ദീനിനെ പരിപൂർണമാക്കി. ആ ദീനിൽ ഇനി ഒന്നും കൂട്ടാനില്ല, ഒരു അമലും കൂട്ടാനില്ല, ഒരു വിശ്വാസവും കൂട്ടാനില്ല, ഒരു ആചാരവും കൂട്ടാനില്ല, ഒന്നും കൂട്ടാനില്ല. എല്ലാം പൂർണ്ണമാണ്, എല്ലാം പൂർണ്ണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന എല്ലാം പറഞ്ഞു തന്നു. നരകത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നു. നരകത്തിൽ പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മളെ ഉണർത്തി. എല്ലാം, ഒരു അമലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നമുക്ക് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വഹുവ കാഫിർ, കാഫിറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത് വിട്ടുപോയി, അല്ലെ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാമിൽ മൻ ഇഅ്തഖദ, ആരെങ്കിലും വിശ്വസിച്ചാൽ അന്ന ഗൈറ ഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദിഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗത്തെക്കാൾ നല്ല മാർഗം മറ്റൊരാൾ കാണിച്ചതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതാണ് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ കാഫിർ, കാഫിറാണ്, ഇസ്ലാമിന് പുറത്തായി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച രീതി, ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്ന കാര്യം, ഇതിനേക്കാൾ നല്ലത് ഇസ്ലാമിന്റെ എന്തെങ്കിലും നിയമം ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ഇതിനേക്കാൾ നല്ലത് ഇന്ന മതത്തിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യത്തെക്കാൾ ഈ വിഷയത്തിൽ നല്ല അഭിപ്രായം പറഞ്ഞത് ഇന്ന ആളാണ് എന്നൊരാൾ പറയാണ്, അല്ലെങ്കിൽ വിശ്വസിക്കാണ്, ഇസ്ലാമിന് പുറത്താണ്, ഇസ്ലാമിന് പുറത്താണ്. അത് സ്ത്രീകളുടെ ഹിജാബിന്റെ വിഷയത്തിലായിക്കോട്ടെ, അല്ലെ? ചിലർ പറയും അച്ചർക്കൊന്നും ഹിജാബ് പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നല്ലൊരു രീതിയായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ കാഫിറാണ്. ഇസ്ലാമിന്റെ അഡ്രസ്സിൽ നടന്നാലും ശരി. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയെ അവൻ എന്ത് ചെയ്യാണ്, അതിനേക്കാൾ നല്ല രീതി മറ്റൊന്നാണ് പറയാം.
മറ്റൊന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ അബ്ഗള ഷൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി കഫർ. എന്തെങ്കിലും ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം, പറഞ്ഞെന്ന ഒരു കാര്യം, ആ കാര്യത്തോട് ഒരു അനിഷ്ടം ആരെങ്കിലും കാണിച്ചാൽ, ഒരു ഇഷ്ടക്കേട്, എനിക്ക് താല്പര്യമില്ല, അനിഷ്ടം കാണിച്ചാൽ, സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ താടി വളർത്തുക എന്നുള്ളത്, എനിക്ക് താല്പര്യമില്ല, ഞാൻ ക്ലീൻ ചെയ്യുവാണ് എനിക്ക് താല്പര്യം, എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല. വലൗ അമില ബിഹി, ഓൻ താടി വളർത്തുന്നുണ്ടെങ്കിലും ശരി, താടി ഉണ്ട് മുഖത്ത്, എന്നിട്ട് പറയാണ് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ എല്ലാവരും വളർത്തുന്നുണ്ട് അതുകൊണ്ട് വളർത്തുകയാണ്. വലൗ അമില ബിഹി, ഓൻ അത് ചെയ്യുന്നുണ്ടെങ്കിലും, ആ അമൽ അവൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ അമലിനോട് ഒരു അനിഷ്ടം ഹൃദയത്തിൽ, ഫഖദ് കഫർ, ഓൻ കാഫിറാണെന്നാണ്. വലിയ വിഷയമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യം അത് അംഗീകരിക്കണം, ഇത് ഇഷ്ടപ്പെടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം പഠിപ്പിച്ചു, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. മറ്റൊരാൾക്ക് നന്നായിട്ട് തോന്നാൻ ഒന്നുമില്ല. ആ രൂപത്തിൽ ഏറ്റവും നല്ലതാണ് നബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല മാർഗം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. എല്ലാ മേഖലയിലും, എല്ലാ മേഖലയിലും. അത് ഇന്ന മേഖലയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠ്യപദ്ധതികളൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എല്ലാ അടുക്കള മുതൽ അങ്ങാടി വരെ, അന്താരാഷ്ട്രം വരെ, എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ എങ്ങനെയാവണമെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ച് തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ബാത്റൂമിൽ കയറിയാൽ എങ്ങനെ ഇരിക്കണം എന്നത് മുതൽ, അല്ലെ, ആ ഇരുത്തം എങ്ങനെയാവണം. അപ്പം ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഈ രൂപത്തിൽ ഭദ്രമായ കെട്ടുറപ്പുള്ള ചുറ്റുമതിലുള്ള ഒരു മതമാണ് ഇസ്ലാം, അല്ലെ? ആ രൂപത്തിൽ കെട്ടുറപ്പുള്ള ഭദ്രമാണ് ഇസ്ലാം. അല്ലാണ്ട് ഇങ്ങനെ 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 ചിതറിക്കിടക്കുക, ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും അതിൽ കൂട്ടുക, ആവശ്യമില്ലാത്തതൊക്കെ ഇഷ്ടമില്ലാത്തതൊക്കെ മാറ്റിക്കളയില്ല. ആ രൂപത്തിൽ കെട്ടുറപ്പുള്ള, ഓരോന്നിനും തെളിവുള്ള, ഇതെന്താണ് ഇങ്ങനെ തെളിവുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന വ്യക്തമായ തെളിവുകളുണ്ട്, സനദുണ്ട്. അങ്ങനെയുള്ള കെട്ടുറപ്പുള്ള ബദ്ധതയുള്ള ഒരു മതമാണ് ഇസ്ലാം. അല്ലാണ്ട് ആർക്കെങ്കിലും തോന്നുന്നത് പോലെ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മതമാണ്. ആ ഇസ്ലാമിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ആർക്കും എന്തും പറയാമില്ല. ഇസ്ലാം വ്യക്തമാണ്. ആ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ഇസ്ലാമിൽ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അതിലേക്ക് ചേർക്കുക, അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാത്ത കാര്യങ്ങൾ നമ്മൾ മെല്ലെ അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ നമ്മൾ 100 ന്യായങ്ങൾ കണ്ടെത്തുക, വകുപ്പുകൾ കണ്ടെത്തുക, ഇല്ല, അങ്ങനൊന്നുമില്ല. വ്യക്തമായ ഹദീസിൽ വന്നോ അതുണ്ട്. അത് നമുക്ക് തോന്നുന്നുണ്ടോ, നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമാകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൂട്ടായ്മക്ക് അത് ഫിറ്റ് ആകുന്നുണ്ടോ എന്നൊന്നും അവിടെ നോക്കലില്ല. അള്ളാഹു റസൂലിന്റെ ഹദീസാണോ, സമീഅനാ വ അതഅനാ, ഖലാസ്. റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമാണെന്ന് പറഞ്ഞ, വിശുദ്ധ ഖുർആൻ പവിത്രമാണെന്ന് പറഞ്ഞ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റജബ് 4 മാസങ്ങൾ പവിത്രമാണ്. 4 മാസങ്ങൾ പവിത്രമാണ്. ആ 4 മാസങ്ങൾ, ഒന്ന് റജബ്, രണ്ടാമത്തത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഈ 4 മാസങ്ങൾ അഷ്ഹുറുൽ ഹുറുമാണ്, പവിത്രമായ മാസങ്ങളായിട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു, ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പവിത്രമാക്കിയ 4 മാസങ്ങളാണ് റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇതിൽ റജബിലാണ് നമ്മളുള്ളത്. റജബിന്റെ മറ്റൊരു പേരാണ് മുദർ. മുദർ എന്ന പേര് റജബിനുണ്ട്. ആ പേര് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, മുദർ ഗോത്രക്കാര് ഈ റജബാകുന്ന ഈ മാസത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണും. അവരങ്ങേയറ്റം ബഹുമാനിക്കുന്ന, പ്രത്യേകമായ അമലുകൾ ചെയ്യുന്ന,
പ്രത്യേകമായ ഒരു ബഹുമാനവും പ്രാധാന്യവും കൽപ്പിക്കുന്ന ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് ആ ഗോത്രത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ മാസം അറിയപ്പെട്ടത്. ആ രൂപത്തിൽ അറിയപ്പെട്ടു, മുദർ എന്ന്. റജബ് മാസത്തിന്റെ പവിത്രത, പ്രത്യേകത അത് ഈ പറഞ്ഞതുപോലെ ഖുർആനിലും ഹദീസിലും അത് അഷ്ഹുറുൽ ഹുറമാണ്, പരിശുദ്ധമായ മാസങ്ങളിൽ പെട്ടതാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ അതിൽ അക്രമം കാണിക്കരുത്, തെറ്റുകൾ ചെയ്യരുത് എന്ന പ്രത്യേക കൽപ്പനയും ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിലുള്ള തെറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പരിശുദ്ധമായ അള്ളാഹു പവിത്രമാക്കിയ 4 മാസത്തിൽ ചെയ്യുന്ന തെറ്റ് മറ്റ് മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് പോലെ ആയിരിക്കില്ല. അതിന് കടുപ്പം കൂടും, ഗൗരവം കൂടും. സ്ഥലത്തിനും ദിവസത്തിനും മാസത്തിനും ഏതുപോലെ പ്രത്യേകതയുണ്ടോ, ഏതുപോലെ പവിത്രതയുണ്ടോ, അതുപോലെയാണ് ആ മാസത്തിലും ആ ദിവസത്തിലും ആ സ്ഥലത്തും വെച്ച് ചെയ്യുന്ന നന്മകളുടെയും തിന്മകളുടെയും വ്യത്യാസം. ഉദാഹരണത്തിന് ഹറമിൽ ചെയ്യുന്ന ഒരു തെറ്റ് ഹറമിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു തെറ്റ് പോലെയല്ല, അതിന് കടുപ്പം കൂടും. സ്ഥലത്തിന്റെ പരിശുദ്ധി അനുസരിച്ച് അമലുകളുടെ പരിശുദ്ധി കൂടും, അമലുകളുടെ സ്ഥാനം കൂടും, അതേപോലെ തിന്മകളുടെ കടുപ്പവും കൂടും. ഈ 4 മാസത്തെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തിയ മാസമാണ്. അള്ളാഹു പറഞ്ഞു ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം കാണിക്കരുത്. പല രൂപത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് തിന്മകൾ ഈ മാസത്തിൽ മറ്റു മാസങ്ങളെ പോലെ ആയിരിക്കില്ല. അള്ളാഹു കൊടുത്ത പവിത്രത നമുക്കും കൊടുക്കാൻ പറ്റണം. അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്, അതുകൊണ്ട് ആ പവിത്രത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മൾ റജബിലാണുള്ളത്, അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ മറ്റു മാസങ്ങളെ പോലെ അശ്രദ്ധമാവരുത്. തെറ്റുകൾ സംഭവിക്കുന്ന വിഷയത്തിലും നന്മകളിൽ കുറവ് വരുന്ന വിഷയത്തിലും നമ്മൾ ജാഗ്രത പാലിക്കണം എന്നത് ഈ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മാസത്തിൽ ഇപ്പറഞ്ഞ പവിത്രതക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്നും സ്വഹീഹായിട്ട് ഒരു അമലും പ്രത്യേകമായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പവിത്രത മനസ്സിലാക്കിയ, ഈ മാസത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിയ നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഈ മാസത്തിൽ പ്രത്യേകമായ ഒരു അമലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഈ ഒരു വശമാണ് പലർക്കും തെറ്റിപ്പോകുന്നത്. മഹത്വം കൊടുക്കാനും മഹത്വവൽക്കരിക്കാനും അതിന്റെ ശ്രേഷ്ഠത പറയാനും ശ്രേഷ്ഠമായി കാണാനും അതിനെ പവിത്രമുള്ളതായി കാണാനും എല്ലാവരും ഏറെക്കുറെ റെഡിയാണ്. അതിന് ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ ആ ശ്രേഷ്ഠതയെ, ആ മഹത്വത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ആ ദറജക്കപ്പുറം ചിലത് കൊടുക്കാൻ ചിലർ തയ്യാറാകുന്നു. റജബ് മാസത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ നടക്കാറുണ്ട്. ഒരുപാട് ബിദ്അത്തുകൾ റജബ് തുടങ്ങിയത് മുതൽ പല ബിദ്അത്തുകൾക്കും തുടക്കം കുറിച്ചു പല ആളുകളും. റജബ് മാസത്തിൽ പ്രത്യേക ദിക്റുകൾ, റജബ് മാസത്തിൽ പ്രത്യേക നിസ്കാരങ്ങൾ, റജബ് മാസത്തിൽ പ്രത്യേക നോമ്പ്, റജബിന്റെ ഓരോ ദിവസങ്ങളിലും ഓരോ രാത്രികളിലും ദിക്റുകൾ പ്രത്യേകമായി ചൊല്ലാനുള്ള ദിക്റുകൾ പഠിപ്പിക്കുന്നു, പ്രത്യേകമായ നിസ്കാരം പഠിപ്പിക്കുന്നു. ആ രൂപത്തിൽ പല അമലുകളെയും ഈ മാസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരു കൂട്ടം ആളുകൾ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തെറ്റുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടുമായിട്ട് ഇവർ മാറി നിൽക്കുന്ന ഒരു മേഖല ഇതാണ്. പവിത്രത കൊടുക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത പവിത്രതയും മഹത്വവും കൊടുക്കുക എന്നതിനപ്പുറം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു അമലിനെ ആ മാസത്തിൽ പ്രത്യേകമാക്കൽ. ആ മാസത്തിന് ശ്രേഷ്ഠതയുണ്ടല്ലോ, മഹത്വമുള്ള മാസമല്ലേ, പ്രത്യേകമായ മാസമല്ലേ, ഖുർആനിൽ അള്ളാഹു പരിശുദ്ധമായ പവിത്രമായ മാസമാണെന്ന് പറഞ്ഞ മാസമല്ലേ? അതെ, ശരിയാണ്, ഇതൊക്കെ ശരിയാണ്. എന്നാൽ അതുകൊണ്ട് നമുക്ക് ആ മാസത്തിൽ പ്രത്യേകമായിട്ട് നോമ്പ് തൊട്ടൂടെ, പ്രത്യേകമായിട്ട് നമുക്ക് നിസ്കരിച്ചൂടെ, പ്രത്യേകമായ ചില അമലുകൾ പറ്റൂല. അമലുകൾ ചെയ്യാം, എല്ലാ അമലും എല്ലാ മാസവും ചെയ്യുന്നത് പോലെ. നോമ്പാവാം, ദിക്റുകളാവാം, ദുആക്കളാവാം, അമലുകൾ എല്ലാ അമലുകളും ചെയ്യാം, വർദ്ധിപ്പിക്കാം. എന്നാൽ പ്രത്യേകമാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു അമലിനെ? അള്ളാഹുവിന്റെ റസൂൽ ഇന്ന ഡേറ്റിൽ റജബ് 27 ഒരു നോമ്പ്, റജബ് 27 ഒരു നോമ്പ്, അങ്ങനെ ഒരു നോമ്പ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല.
റജബ് മഹത്വമുള്ള മാസം തന്നെയാണ്. പക്ഷെ അന്ന് ആ 27 റജബ് 27 നോക്കുന്ന നോമ്പ് അത് ബിദഅത്തായ ഹറാമായ നോമ്പാണ്. മഹത്വമുള്ള മാസം ശരിയാണ്, പക്ഷെ ആ മാസത്തിന് അമലുകൾ പ്രത്യേകമായി പഠിപ്പിക്കേണ്ടതും ആ മാസത്തിന് മഹത്വം പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇല്ലേ? ഖലാസ്. അവിടെയാണ് പ്രിയപ്പെട്ടവർ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ നിലപാട് നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. റജബ് 27 അന്ന് പ്രത്യേകമായ ഒരു നോമ്പും സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, റജബിന്റെ ഫളായിലുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെല്ലാം കദിബാണ്, കള്ള ഹദീസുകളാണ്. ഒന്നും സ്വഹീഹായിട്ട് വന്നിട്ടില്ല. ഒരു ഹദീസും സ്വഹീഹായിട്ട് വന്നിട്ടില്ല. എല്ലാം അതിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകളല്ലാതെ റജബിൽ പ്രത്യേകമായിട്ട് അമൽ ചെയ്യാൻ വന്ന ഒരു ഹദീസുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു അമൽ നമ്മൾ ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്ന അമലുകൾ അതിനേക്കാൾ ഭംഗിയായി, അതിനേക്കാൾ അധികരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. റജബിൽ പ്രത്യേകമായിട്ടൊരു അമലില്ല. റജബ് 27 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് യാത്ര നടന്നത് അന്നാണ് എന്ന രൂപത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്രത്യേകമായ നോമ്പ് നോക്കുന്നത്. അന്നാണ് ആകാശയാത്ര നടന്നത്. അപ്പൊ ഒരു പ്രത്യേകമായ ഒരു ദിവസമാണത്. അതുകൊണ്ട് നമ്മൾ നോമ്പ് നോക്കുന്നു. ആകാശയാത്ര പോയതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് സാക്ഷികളായവരാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് സഹാബാക്കൾ നേരിട്ട് കേട്ടു. അതിന്റെ അത്ഭുതങ്ങൾ അവർ കണ്ടു, അല്ലെ? അതിന്റെ അത്ഭുതങ്ങൾ അവർ കേട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇതുപോലെ ഇരുന്ന് അവർ കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ മെഹറാജിൽ പോയ അത്ഭുത കഥകൾ പറഞ്ഞു കൊടുക്കാണ് സഹാബാക്കൾക്ക്. അത്ഭുത കഥകൾ പറഞ്ഞു കൊടുക്കാണ്. ഞാൻ പോയി, യാത്ര പോയി, അല്ലെ? മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് അങ്ങ് ആകാശത്തേക്കും അതിന്റെ ഓരോന്നും അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തു. സ്വഹീഹായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ യാത്രയുടെ വിവരങ്ങളുണ്ട്. അവിടെ കണ്ട കാഴ്ചകൾ, ആരുടെ കൂടെ പോയി, ഓരോ ആകാശത്തെക്കുറിച്ചും, ആ ആകാശത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ടുമുട്ടിയ പ്രവാചകന്മാർ, അവിടെ കണ്ട അത്ഭുതങ്ങൾ, നരക സ്വർഗങ്ങൾ അല്ലാഹു റസൂൽ വിശദീകരിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. ആ സഹാബാക്കൾക്ക് തോന്നിയില്ല റജബ് 27 അന്നൊരു പ്രത്യേകമായ നോമ്പെടുക്കാൻ. നമ്മൾ ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്നാലും നോമ്പല്ല, അവരെടുത്തോട്ടെ, നമ്മൾ എന്തിനാണ് അവർ എതിർക്കുന്നത്? നല്ലൊരു കാര്യമല്ല. ഇല്ല, അതിനാണ് നമ്മൾ പറഞ്ഞത് ഇസ്ലാം കെട്ടുറപ്പുള്ള മതമാണ്, ചുറ്റുമതിലുള്ള മതമാണ് ഇസ്ലാം. ആർക്കെങ്കിലും വന്നിട്ട് എന്തെങ്കിലും കയറ്റാൻ പറ്റൂല, ലോക്ക്ഡാണ്. 27 അന്നൊരു നോമ്പ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹുവിന്റെ റസൂല് ഈ യാത്ര കഴിഞ്ഞു വന്ന അള്ളാഹുവിന്റെ റസൂല് നമ്മൾ പറഞ്ഞു, ഒന്നും പഠിപ്പിക്കാതെ ബാത്റൂമിൽ കയറിയിട്ട് എങ്ങനെ നിങ്ങൾ ഇരിക്കണം, ഏത് കാല വെച്ച് കയറണം, ഏത് കാല വെച്ച് ഇറങ്ങണം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും മഹത്വമായ നമസ്കാരം അള്ളാഹു അവിടുന്ന് നൽകിയത് സമ്മാനമായിട്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് സമ്മാനമായിട്ട് നൽകിയതാണ് നമസ്കാരം. അങ്ങനെയുള്ള ഒരു സമ്മാനവും ഏറ്റുവാങ്ങി വന്ന അള്ളാഹുവിന്റെ റസൂല് ആ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ഇത്രയും മഹത്വമുള്ള ഒരു ദിവസമായിട്ട് അള്ളാഹു ആ ദിവസത്തെ അള്ളാഹുവിന്റെ റസൂലിന് നൽകിയിട്ടും ആ ദിവസത്തിന് ഒരു പ്രത്യേകതയും കാണാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഈ നോമ്പ് നോക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ നല്ലൊരു ദിവസമാണ്, പക്ഷെ മുഹമ്മദ് നബിക്കും സഹാബാക്കൾക്കും അതിന് പ്രത്യേകമായ ദിവസമായിട്ടോ അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ മഹത്വം കാണാൻ ആ സഹാബാക്കൾക്ക് പറ്റിയിട്ടില്ല, നമ്മളാണ് മിടുക്കന്മാർ എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അവർ നോക്കട്ടെ നോമ്പ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നും സ്വഹീഹായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല അങ്ങനൊരു നോമ്പ്. സഹാബാക്കൾ ആരും റജബ് 27 അങ്ങനെ നോമ്പ് നോറ്റതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് നമുക്കൊരു നോമ്പ്? ഇല്ല. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര നടന്നത് റജബ് 27 തന്നെയാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എപ്പോഴാണ് ആകാശയാത്ര നടന്നത്, മിഅ്റാജ് നടന്നത്, ഇസ്രാ നടന്നത് എപ്പോഴാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാ നിലക്കും അന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകമായിട്ട് നോമ്പെടുക്കുക,
അല്ലെങ്കിൽ റജബിന്റെ ഓരോ ദിവസത്തിലും ഓരോ ദിവസത്തിലും ഓരോ രാത്രിയിലും പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലുക, പ്രത്യേകമായ ഇബാദത്തുകൾ പഠിപ്പിക്കുക. ഇതാ ബലഹീനമായ മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുകയാണ്. കാരണം ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഓരോ മാസവും ആ മാസത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മുമ്പിൽ കൊള്ളുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം, അവർക്ക് സ്വർഗത്തിലെത്തണം, അവർ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് മുമ്പിൽ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കളായ പുരോഹിതന്മാർ, അങ്ങനെ തന്നെ പറയണം, ശത്രുക്കളാണ് അവർ ഇസ്ലാമിന്റെ. അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന അമൽ, അവർക്ക് നിർദ്ദേശിക്കുന്ന അമൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത അമലാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അള്ളാഹു പറയാണ്, നബിയെ താങ്കൾക്ക് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അവരുടെ അമലുകളൊക്കെ പാഴായി പോയവരാണ്. അവരുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ടീമാണ് അവർ. ഒരുപാട് അമലുകൾ ചെയ്തു, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് നോമ്പ് നോറ്റു. പക്ഷേ അതൊന്നും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നോമ്പായിരുന്നില്ല, ദീനിൽ തെളിവുള്ളതായിരുന്നില്ല, അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബാക്കളോ കാണിച്ചതായിരുന്നില്ല. എന്തൊക്കെയോ ചെയ്തു കൂട്ടി, ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ചെയ്യതൊക്കെ നല്ല തന്നെയാണ്. അള്ളാഹ് പറയാണ്, വഹും യഹ്സബൂന, അവർക്ക് തോന്നി, അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്ന് അവർക്ക് തോന്നി. നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ ഖുർആൻ ഓതുകയല്ലേ, നമ്മൾ ദിക്റുമല്ലേ, നമ്മൾ നോമ്പല്ല എടുക്കുന്നത്, അല്ലാണ്ട് നമ്മൾ വേറെ മോശം ചെയ്യുന്നതല്ലല്ലോ. ആ എടുക്കുന്ന നോമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണോ എന്നുള്ള അവർ ചിന്തിച്ചില്ല. ദീനിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടില്ല. നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസർ എന്ന പാനീയം അള്ളാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് കുടിപ്പിക്കും. മുഅ്മിനീങ്ങൾക്ക് കുടിപ്പിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അത് കുടിക്കാൻ. കുടിപ്പിക്കും. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകും, അത് മുവഹ്ഹിദീങ്ങൾക്ക് അള്ളാഹു അത് നൽകും. ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ വരും ഇത് കുടിക്കാൻ. മലക്കുകൾ അവരെ ആട്ടി ഓടിക്കും, പോവാൻ പറയും, ഇല്ല ഇത് നിങ്ങൾക്കില്ല. കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമുൻ നാസ്, ജനങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള പ്രവാചകൻ, ശത്രുക്കൾ പോലും ആ ഹബീബിന്റെ കൃപയും ആ ഹബീബിന്റെ വാത്സല്യവും ആ പ്രവാചകന്റെ സ്നേഹവും വാഴ്ത്തി. ശത്രുക്കൾ പോലും അനിഷേധ്യമായ സ്നേഹമായിരുന്നു, കാരുണ്യമായിരുന്നു ആ പ്രവാചകൻ ജീവിതത്തിൽ കാണിച്ചത്. മൃഗങ്ങളോട് പോലും ഒരുപാട് ഹദീസുകൾ, ഒരുപാട് സംഭവങ്ങൾ അല്ലെ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഈ മലക്കുകൾ ഓടിക്കുമ്പോൾ പറയും, സയ്ഹാബി, എന്റെ അനുയായികളാണ്, എന്റെ ആളുകളാണ് അവർ, നിങ്ങൾ എന്താണ് അവർ ഓടിക്കുന്നത്, ഇങ്ങോട്ട് വിട്. ആ സമയത്ത് മലക്കുകൾ പറയും, ഇല്ല നബിയെ, ആ വിഭാഗം ആളുകൾ താങ്കൾക്ക് ശേഷം താങ്കളുടെ ദീനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ്. താങ്കൾക്ക് ശേഷം താങ്കൾ ദീൻ പഠിപ്പിച്ചതിന് ശേഷം താങ്കളുടെ ദീനിനെ മാറ്റിമറിച്ചവരാ. അവർക്ക് തോന്നിയതൊക്കെ കടത്തിക്കൂട്ടിയവരാണ്, അവർക്ക് വേണ്ടാത്തതെന്ന് തോന്നിയതൊക്കെ ഒഴിവാക്കിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയും, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ദീനിനെ മാറ്റിയവരെ നിങ്ങൾ വിദൂരത്തേക്ക് പോകും. അല്ലാഹു റസൂൽ പറയും. ആരോടാ പറയാ? കാഫിരീങ്ങളോടാ, മറ്റേ മതക്കാരോടാ അല്ല. ഇവിടെ വിഷയം എന്താണ്? ദീനിനെ മാറ്റിയവർ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിനെ അവർക്ക് വേണ്ട രൂപത്തിൽ ചേഞ്ച് വരുത്തിയവർ. ഒന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്ന് കണ്ണോടിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും അന്ന് മദീനയിൽ നിന്ന് കാണിച്ചു തന്ന അവർ ചെയ്തു കൂട്ടിയ അമലുകളും ഇന്ന് ദീനിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചിത്രങ്ങൾ ഒന്ന് ആലോചിച്ച് ഒന്ന് കണ്ണോടിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ ദീനിന്റെ പേരിൽ നടക്കുന്ന കോപ്രായത്തരങ്ങൾ, ജാറങ്ങളിലും ഉറൂസുകളിലും പള്ളികളിലും ദീനിന്റെ പേരിൽ ഇതൊക്കെ ദീനാണ്, ഇസ്ലാമാണ് എന്ന പേരിൽ, എന്ന അഡ്രസ്സിൽ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെ തോന്നിവാസങ്ങൾ. ഡാൻസ് കളിക്കുന്നവർ, ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലെ, അള്ളാ എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നവർ, ഡാൻസ് അല്ലേ അത്, ഡാൻസാണ്.
അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും കാണിച്ചതാണോ അത്? ജാറുകളിൽ നിന്ന് കാണുന്ന തോന്നിവാസങ്ങൾ, പെണ്ണും ആണും ഇടകലർന്ന് അല്ലെ, ഇവർ മഹത്വവൽക്കരിക്കുന്ന അജ്മീർ പോലെയുള്ള, നാഗൂർ പോലെയുള്ള വലിയ വലിയ ജാറങ്ങളുടെ ഉള്ളിലുള്ള കാഴ്ചകൾ നമ്മൾ കാണാം. പെണ്ണും ആണും അവിടെ തലകുത്തി മറിഞ്ഞ് ഇത് മഹത്വമുള്ള സ്ഥലമാണ് എന്ന രൂപത്തിൽ. അഡ്രസ് ഇസ്ലാം. ഇങ്ങനെയുള്ളവർ നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരും. എന്ത് ശാന്തസുന്ദരമായാണ് ആ റസൂലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് കയ്യിലേക്ക് തന്നത്. എന്ത് 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 സുന്ദരമാണ് അല്ലെ? ഇന്ന് മദീനയെ കാണുന്നത് പോലെ അല്ലെ, ഒച്ചപ്പാട്. ഇന്ന് മദീന പള്ളിയിലേക്ക് ഒരാൾ നിസ്കരിക്കാൻ വന്നാൽ എന്ത് റാഹത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനല്ലാത്ത മറ്റൊരു ദീനാണ് മസ്ജിദ് നബവിയിൽ അരങ്ങേറുന്നത് എങ്കിൽ ആ റൗളയുടെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. ചിലരുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിന്റെ കോലം അവർ മാറ്റി. ഖലാസ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ആ കോലങ്ങൾ, അതവിടെ കിടക്കാണ്, കിടന്നോട്ടെ, കുഴപ്പമില്ല, അതാരെല്ലാം ഒന്നും മാറ്റം വരുത്തുന്നില്ല. അമലുകളിലുള്ള മാറ്റങ്ങൾ, വിളക്ക് കത്തിക്കാൻ തുടങ്ങിയാൽ, പൂ കൊണ്ടെറിയാൻ തുടങ്ങിയാൽ, അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ പട്ട് പിരിക്കാൻ തുടങ്ങിയാൽ, തലകുത്തി മറയാൻ തുടങ്ങിയാൽ, റൗദയുടെ ചുറ്റും ചട്ടിയും തലയിൽ വെച്ച് നടക്കാൻ തുടങ്ങിയാൽ, ആലോചിച്ച് നോക്കി എന്ത് റാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രാജ്യത്തെ ഏൽപ്പിച്ചത് ഭദ്രമായ കരങ്ങളിലാണ്. അൽഹംദുലില്ലാഹ്. എത്രത്തോളം അവര് തന്നെ പറയുന്നു, ഖുബൂരികളായ സൂഫികളായ ആളുകൾ തന്നെ പറയുന്നു, മദീനയും മക്കയും ഇന്ന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ അവർ നല്ല ആളുകളാണ്, അവരുടെ കയ്യിലായത് കൊണ്ട് മക്കയും മദീനയും ഇന്ന് ഈ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വരുന്നു. കാരണം അവർക്കറിയാം എന്തൊക്കെയാണ്. അവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ജാറങ്ങളിലും പള്ളികളിലും തോന്നിവാസങ്ങൾ നടക്കുകയാണ്. പക്ഷെ അവരുടെ കൂട്ടത്തിലായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞവരെയൊക്കെ അവർ വഹാബികളായിട്ട് തള്ളാൻ തുടങ്ങി. അതുകൊണ്ട് ധൈര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്രയും ശാന്തമാണ് ഇസ്ലാം, അത്രയും സുന്ദരമാണ് ഇസ്ലാം. ഇന്ന് ബഖീയിൽ പോയിട്ട് നമുക്ക് ഖബർ എന്താണെന്ന് കാണാം. എന്താണ് ഖബർ, എന്താവണം ഖബർ? അവിടെ പോയി സലാം പറയുന്നു. ആർക്കും ഒച്ചപ്പാടുണ്ടാക്കാനില്ല, ഒച്ചപ്പാടുണ്ടാക്കി ബഹളുണ്ടാക്കി ഒന്നും ചൊല്ലാനില്ല, ഒന്നും ഓതാനില്ല, അട്ടഹസിക്കാനില്ല, ഒന്നുമില്ല. ശാന്തമായി നടക്കുന്നു സഹാബാക്കളുടെ ഖബറുകൾക്കിടയെ. ബഖീയിൽ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ ഖബറുകൾക്കിടയിലൂടെ നടക്കുന്നു. അവർക്ക് സലാം പറയുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഹൃദയം ശാന്തമാണ്, ഹൃദയം സംതൃപ്തമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കിലേക്ക് നടന്നു പോകുന്നു. അള്ളാഹുവിന്റെ റസൂലിന് സലാം പറയുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ലാഹ്, അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ലാഹ്. സലാം പറയുന്നു. എന്നിട്ട് നടന്നു നീങ്ങുന്നു. ഹൃദയം തൃപ്തമാണ്, ഹൃദയം നിറയുന്നു ആ പ്രവാചകന്റെ ജീവിതം, ഹൃദയം നിറയുന്നു വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മഹനീയമായ മഹിതമായ അധ്യാപനങ്ങൾ. ഒരു കാട്ടിക്കൂട്ടലില്ല, ഒരു കോപ്രായത്തരങ്ങളില്ല, ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടലില്ല, ഇല്ല, എല്ലാം റാഹത്ത്. ആ രൂപത്തിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു റസൂലുള്ളാഹി. ഇതിനെ മാറ്റിയവരെ അന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ റസൂൽ ഓടിക്കും. സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ഗയ്യറ ബഅദി, ഓടിപ്പോ, വിദൂരത്ത് പോ, ഞാൻ പഠിപ്പിച്ച ദീനിനെ മാറ്റിയവർ. അതുകൊണ്ട് നല്ലതല്ലേ അവര് ചെയ്യുന്ന ഇബാദത്തല്ലേ, ദിക്റല്ലേ, ദുആ അല്ലേ, നോമ്പല്ലേ, എടുക്കട്ടെ. അത് 21 ഇല്ല, പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് നമുക്ക് വേണ്ട, സഹാബാക്കള് ചെയ്യാത്തത് നമുക്ക് വേണ്ട. അതാണ് ദീൻ. അവിടെ നിൽക്കണം നമ്മൾ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ദിക്റാണ്, ദുആണോ, തൽക്കാലം നമ്മൾ ചൊല്ലുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഒരുപാട് ചൊല്ലാനുണ്ട്, നമ്മളത് ചൊല്ലിക്കോളാം. അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനൊരു ശ്രേഷ്ഠത, ഇങ്ങനൊരു പ്രത്യേകത ഈ ഒരു ദിവസത്തിന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് ആ ദിവസം മറ്റെല്ലാ ദിവസം പോലെ, എങ്കിൽ ആ മാസം മറ്റെല്ലാ മാസം പോലെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണോ? അതെ, അതിന് ശ്രേഷ്ഠതയുണ്ട്, ആ ദിവസത്തിന് ശ്രേഷ്ഠതയുണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കാൻ നമുക്ക് പറ്റണം. അതാണ് ദീൻ, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ, സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കാനും ആ രൂപത്തിൽ അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ബിദഅത്തുകളായ എന്തൊക്കെയുണ്ടോ, ബിദഅത്തിന്റെ ലാഞ്ചനയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും പഠിപ്പിച്ച മാർഗത്തിൽ അവർ കാണിച്ചു തന്ന റൂട്ടിൽ അതേപോലെ സഞ്ചരിക്കാൻ, അതാണ് സിറാത്തുൽ മുസ്തഖീം. അതാണ് സിറാത്തുൽ മുസ്തഖീം. അതിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.